യൂറോപ്യൻ യൂണിയനുമായി കൊമ്പുകോർക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വിറ്റ്സർലൻഡിലെ ഡാവോസിൽ നടക്കുന്ന വേൾഡ് എക്കണോമിക് ഫോറത്തിൽ എന്തു പറയുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ആറു വർഷങ്ങൾക്ക് ശേഷമാണ് ട്രംപ് അതിസമ്പന്നരുടെ ഉച്ചകോടി എന്നറിയപ്പെടുന്ന വേൾഡ് എക്കണോമിക് ഫോറത്തിൽ പങ്കെടുക്കാനെത്തുന്നത്. ലോകത്തിലെ ശക്തരായ ഭരണാധികാരികൾ, ശതകോടീശ്വരന്മാർ, സിഇഒമാർ, സെലിബ്രിറ്റീസ് എന്നിങ്ങനെ എണ്ണം പറഞ്ഞവരെല്ലാം കൊല്ലം തോറും വേൾഡ് എക്കണോമിക് ഫോറത്തിൽ പങ്കെടുക്കാൻ ഡാവോസിൽ എത്താറുണ്ട്. സമ്പന്നരുടെ സഹകരണം എന്നതാണ് വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ കാതൽ. എന്നാൽ 2026 ഉച്ചകോടി നടക്കുമ്പോൾ ആ ആശയം തന്നെ ഭീഷണി നേരിടുകയാണ്. കാരണം ട്രംപ് തന്നെ. വെനിസ്വേല പോലെയുള്ള മൂന്നാം ലോകരാജ്യം മാത്രമല്ല, വേണ്ടി വന്നാൽ യൂറോപ്പിനെയും വെറുതെ വിടില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ നയം. ഡിപ്ലോമസിയുമായിട്ടല്ല ട്രംപ് എത്തിയിട്ടുള്ളത്. ഗ്രീൻലാൻഡ് വേണമെന്ന വലിയൊരു ഡിമാൻഡുമായാണ് ട്രംപ് ഉച്ചകോടിയിലേക്ക് ഫ്ലൈറ്റ് കയറിയത്. ഡാവോസിൽ നടത്തുന്ന കീനോട്ട് അഡ്രസ്സിൽ ട്രംപ് എന്തു പറയുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഡാവോസിലേക്ക് പുറപ്പെടുന്നതിന് മുന്നേ ഗ്രീൻലാൻഡിൽ അമേരിക്കൻ ഫ്ലാഗ് സ്ഥാപിക്കുന്ന ട്രംപിന്റെയും കൂട്ടരുടെയും ഒരു മെയ്ഡപ്പ് ഇമേജ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്തു. ഗ്രീൻലാൻഡ് US ടെറിട്ടറി എസ്റ്റാബ്ലിഷ്ഡ് 2026 എന്ന ടെക്സ്റ്റും ഇമേജിൽ കാണാൻ കഴിയും. മാത്രമല്ല, പ്രോട്ടോകോൾ ബ്രീച്ച് ചെയ്ത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ഒരു പ്രൈവറ്റ് മെസ്സേജും ട്രംപ് ലീക്ക് ചെയ്തു. സിറിയയിലും ഇറാനിലുമൊക്കെ നമ്മൾ ഒരുമിച്ചല്ലേ, ഗ്രീൻലാൻഡിൽ അത് വേണ്ട, നമ്മൾക്ക് കാര്യങ്ങൾ സംസാരിച്ച് തീർപ്പാക്കാം, പാരീസിൽ ഡിന്നറിന് കൂടാമെന്നൊക്കെയാണ് മാക്രോണിന്റെ സന്ദേശത്തിന്റെ സാരം. അതായത് പശ്ചിമേഷ്യയിലാവാം യൂറോപ്പിൽ കളി വേണ്ടത്. ഇതിന്റെ എല്ലാം ഇടയിലാണ് ഡാവോസിലേക്ക് ട്രംപ് എത്തിയിരിക്കുന്നത്. അപ്പോൾ പൊളിറ്റിക്കൽ എക്കണോമിസ്റ്റ് ചോദിക്കുന്നത്, ഡാവോസിന്റെ കാതലായ സമ്പന്നരുടെ ഗ്ലോബൽ കോഓപ്പറേഷൻ എന്ന ഐഡിയയുടെ അവസാനമാണോ ഇതെന്നാണ്. ഒരു വിഭാഗം അവകാശപ്പെടുന്നത് ഡാവോസ് സമ്മിറ്റിന് അതിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടെന്നാണ്. കാലാവസ്ഥയെക്കുറിച്ച്, ESGയെക്കുറിച്ച്, റെസ്പോൺസിബിൾ ക്യാപിറ്റലിസത്തെക്കുറിച്ചൊന്നും ഡാവോസിൽ സംസാരമില്ല. അമേരിക്കയോട് ഐക്യപ്പെടുക എന്നതിലേക്കായി മാറുകയാണ് ഡാവോസിലെ വേൾഡ് എക്കണോമിക് ഫോറം. അതേസമയം മറ്റൊരു വിഭാഗം അവകാശപ്പെടുന്നത് ഡാവോസ് കൂടുതൽ ശക്തമായി തിരികെ എത്തുകയാണ് എന്നാണ്. കൂടുതൽ ഗ്ലോബൽ ലീഡേഴ്സ്, കോർപ്പറേറ്റ് ജയൻസ്, ഒപ്പം ലോകരാഷ്ട്രങ്ങളും ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നു. കോവിഡിന് ശേഷം ഏറ്റവും വലിയ ഉച്ചകോടി ഇപ്പോഴാണെന്ന് ബ്ലാക്ക് റോക്ക് സഹസ്ഥാപകനും സിഇഒയും വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ചെയർമാനുമായ ലാരി ഫിങ്ക് അവകാശപ്പെട്ടു. ഗ്ലോബൽ ടെൻഷൻസിന്റെ ഇടയിൽ ഇന്ത്യയും ഡാവോസിൽ സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് വ്യവസായ മന്ത്രി P രാജീവ് അടക്കം നിരവധി സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ ഉച്ചകോടിയിൽ പങ്കെടുക്കുവാൻ ഡാവോസിലുണ്ട്. മാത്രമല്ല, ഡാവോസിൽ ട്രംപിന്റെ പ്രൈവറ്റ് റിസപ്ഷനിൽ ഇന്ത്യയിൽ നിന്നും തെരഞ്ഞെടുത്ത വ്യവസായ പ്രമുഖർക്കും ക്ഷണമുണ്ട്. ഇൻഫോസിസ് സിഇഒ, വിപ്രോ സിഇഒ, ടാറ്റ സൺസിന്റെ ചെയർമാൻ, മഹീന്ദ്ര ഗ്രൂപ്പിന്റെ ഗ്രൂപ്പ് ചീഫ് എക്സിക്യൂട്ടീവ് തുടങ്ങിയ 7 ഇന്ത്യൻ കോർപ്പറേറ്റ് വമ്പന്മാർക്കാണ് ക്ഷണം. ഇന്ത്യയിൽ നിന്ന് പോയ മന്ത്രിമാരും ഇന്ത്യയിൽ നിന്ന് പോയ പല കമ്പനി പ്രതിനിധികളും ഡാവോസിൽ വെച്ച് പരസ്പരം കൂടിക്കാഴ്ച നടത്തുന്നതും കരാറുകളിൽ ഒപ്പുവെക്കുന്നതും വിമർശനത്തിനും പരിഹാസത്തിനും വിധേയമാവുന്നുണ്ട്. ഇനി ചോദ്യം ഇതാണ്, ഡാവോസിന്റെ പ്രസക്തി ഇല്ലാതാവുകയാണോ?